യുദ്ധവിരുദ്ധ ജലാപകട നിവാരണ സന്ദേശവുമായി പുഴയും കടലും കായലും കീഴടക്കിയുള്ള ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച ദീർഘദൂര നീന്തൽ യജ്ഞം സമാപിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് കായലോളപ്പരപ്പിൽ നീന്തൽ താരങ്ങൾ പ്രതിജ്ഞയെടുത്തപ്പോൾ കരയിലെ കാണികളിൽ ആ യുദ്ധവിരുദ്ധ സന്ദേശം ആവേശമായി പടരുകയായിരുന്നു. യുദ്ധവിരുദ്ധ സന്ദേശവുമായി ശനിയാഴ്ച പയ്യന്നൂർ കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച 40ഓളം കിലോമീറ്റർ ദൂരത്തിലുള്ള നീന്തൽയജ്ഞമാണ് കൗവായ് ബോട്ട് ടെർമിനലിൽ അവസാനിപ്പിച്ചത്. പുഴയിലെ നീന്തലിന് ശേഷം എട്ടിക്കുളം ബീച്ചിൽ നിന്നാണ് രണ്ടാം ദിനം കടലിലൂടെയുള്ള നീന്തൽ ആരംഭിച്ചത്. വനിതകളടക്കം 28 പേർ തിരമാലകളെ പ്രതിരോധിച്ച് കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റമായ വലിയപറമ്പ് പാണ്ഡ്യാലക്കടവിലെത്തി അവിടെ നിന്നും കൗവായ് കായലിലൂടെയുള്ള കായൽ നീന്തൽ തുടരുകയായിരുന്നു. കൗവായ് ബോട്ട് ടെർമിനലിന് മുന്നിൽ നീന്തൽയജ്ഞം സമാപിച്ചപ്പോഴാണ് നീന്തലിൽ പങ്കെടുത്തവർ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞത്. തുടർന്ന് നടന്ന സമാപന യോഗം കർഷക പ്രമുഖനും പയ്യന്നൂരിന്റെ ജനകീയ നേതാവുമായ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം നീന്തൽ പഠിക്കണം. അതൊരു വലിയൊരു സന്ദേശമായിട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. അതുപോലെ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ നീന്തലിലൂടെ നടത്തിയിട്ടുള്ളത്. ചാൾസനും അതുപോലെ അവരുടെ കൂട്ടുകാരും അതുപോലെ മറ്റെല്ലാവരെയും പ്രത്യേകമായി ഈ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യവാക്യപ്പെട്ടു. നീന്തൽയജ്ഞത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമല അധ്യക്ഷത വഹിച്ചു. 40ഓളം കിലോമീറ്റർ ദൂരം പുഴയിലും കടലിലും കായലിലുമായി നീന്താൻ കഴിഞ്ഞത് അപൂർവ ഭാഗ്യമായി കരുതുന്നുവെന്നും ഇത് തങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചതായും നീന്തലിൽ പങ്കെടുത്തവർ പറഞ്ഞു. പുഴയിലും കായലിലും കടലിലുമായി